என்னங்க போவலையா? அது வந்து ட்ரெஸ்ஸை வாஷ் பண்ணி போட்டிருந்தேன், காஞ்சிடுச்சு. இப்போ போயிடுவேன். சாரி, அதனால தான் உங்கள் ட்ரெஸ்ஸை. അത് കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. இதெல்லாம் எப்படி? நீங்க கொடுத்த காசுல தான் பக்கத்து கடையில இருந்து பொருள்லாம் வாங்கி சமைச்சேன். ஐயோ, പുറത്തു പോയിന്നാ? ആരെങ്കിലും പാത്താ? கவலைப்பட வேண்டாம், யாரும் பார்க்கல. சாப்பிடலண்டா சாப்பிடுங்கோ, പിടിക്കുമാണ്ട് தெரியல, എൻ്റെ ഒരു സ്റ്റൈല്. ചെറുതായിട്ടൊന്ന് സാപ്പിട്ടതാ, സമയത്തിനായില്ലേ? സാരമില്ല, ഒന്ന് കൈവച്ച് നോക്കാം. ശ്രീലങ്കൻ ഫുഡ് എപ്പടിന്ന് പാക്കലാം. മതി. വാ, കിഡില്, நல்லா இருக்கு. நீங்க சாப்பிடுங்க, நான் ட்ரெஸ் மாற்றி கொண்டு வரேன். എന്താടാ? ആ ജീവട്ടാ, ഞങ്ങൾ അജ്മാനെന്ന് വരുന്ന വഴിക്ക് ആ താമര പറഞ്ഞ പബ്ബിലൊന്ന് കയറി നോക്കി. ഓള് പറഞ്ഞൊക്കെ സത്യമാണ് കേട്ടോ. മാത്രമല്ല ആ മാനേജർ കാര്യം ലേശ സീരിയസ് ആണ്. സംഗതി അടങ്ങാറാണ് കേട്ടോ. ഇതുവരെ ബോധം വീണിട്ടില്ല എന്നാ പറയുന്നത്. മോനെ ജീവ, നീ ഇന്നലെ വല്ലാത്ത റിസ്ക് ആട്ടോ എടുത്ത്. അയാളെങ്ങാനും കാഞ്ഞു പോയ പെണ്ണിന്റെ കാര്യം പോക്ക. സാരമില്ല, എന്തായാലും നമ്മുടെ തലേന്ന് പോയല്ലോ, അത് മതി. വെച്ചോ. நான் ரெடி. நீங்கள் உங்களோட ஃப்ரெண்ட்ஸ் எல்லாரும் ஒரு கனவு மாதிரி என்றைக்கும் இந்த மனசில் இருப்பீங்க. போகட்டுமா? പോകണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുമോ? என்ன என்ன சொன்னீங்க? പോകണ്ടെന്ന് சொன்னா നിൽക്കുമോന്നോ? அது எப்படி முடியும்? ആ ഡോറടയ്ക്ക്. என்ன செய்ய போறீங்க? നിന്നെ അങ്ങനെ ഇപ്പോ പോലീസിന് വിട്ടുകൊടുക്ക മാട്ടേന്ന്, പുരിഞ്ഞതാ? നിനക്കെന്താടാ, ഇവളോട് പ്രേമാണോ?
ഇത് കല്ലുവല്ലി കേസാ. പോരാത്തിന് പോലീസും പിന്നാലെയുണ്ട്. എന്തെങ്കിലും സംഭവിച്ച അവള് മാത്രമല്ല, നമ്മളെല്ലാവരും അത്തവും പറഞ്ഞേക്കാം. അതൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇവളെ കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഇറക്കി വിടുക. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അതൊന്നും പറ്റില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. വാക്ക് കൊടുക്കാൻ നീ ആരടാ? ദുബായ് ഷേഖിന്റെ മോനോ? കേട്ടി ഞാൻ വെച്ചെന്നോട്ടോ. സലീംക്ക, നിങ്ങൾ നടങ്ങിയെന്ന് ഒന്നുമില്ല, ഒരു പെൺകുട്ടിയല്ലേ ജീവട്ടം പറഞ്ഞാലും കാര്യമുണ്ട്. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞ കുറ്റം. அண்ணா என்னால் உங்களுக்குள்ள எந்த பிரச்சனையும் வேண்டாம். சலீம் அண்ணா சொன்னது தான் கரெக்டு. என்னை போலீஸ் ஸ்டேஷன்லேயே விட்டுடுங்க. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് പോരാനായിരുന്നെങ്കിലേ എനിക്കത് നേരത്തെ ആകായിരുന്നു. ജീവട്ടാ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ, ഒരു പാസ്പോർട്ട് ഒപ്പിക്കാം. നിന്റെ മൂത്താപ്പിരിക്കാണ് അവിടെ എടുത്തുതരാൻ. എന്താണ് സലീംക്ക കള്ള പാസ്പോർട്ട്? എന്റെ പരിചയത്തിലൊരു ചെങ്ങായിണ്ട്, ഒരു കാസർഗോഡ് ഇച്ച. പക്ഷെ ലേശം ടൈം എടുക്കും, ചിലപ്പോ ഒരു 1-2 മാസമൊക്കെ ആവും. അതുവരെ ഇവളെന്ത് ചെയ്യും? സലിമിക്ക, നമ്മുടെ അഷ്റഫിന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? 1-2 മാസത്തെ കാര്യമല്ലേ, ചിലപ്പോ സമ്മതിക്കും. അത് ശരിയാട്ടോ, അതാകുമ്പോ ചെക്കിങ് കുറവായിരിക്കും. പഠിച്ചോന്നറിയാം. ജീവ, ദേ റിസ്ക് കേസാണോ? വല്ല ലേബർ ചെക്കിങ് വന്നാ ഫൈൻ നീ അടച്ചോളാം, പറഞ്ഞേക്കാം. ഹേയ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ പേരിൽ നിനക്ക് എന്ത് നഷ്ടം വന്നാലും അത് ഞങ്ങൾ 3 ആളും കൂടെ തീർത്തോളാം. ഇല്ലേക്കാ? അല്ലേ? അതെ. നഷ്ടം ഞങ്ങൾക്കും ലാഭം ഇവനും. അല്ല, ഹലോ, എന്താണ് എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല, വൈകിട്ട് എന്താ പരിപാടി പ്ലാൻ ചെയ്യായിരുന്നു. ആണോ? ഓക്കെ, വൈകിട്ട് കാണാം. ശരി. നീ ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. ഗോഡൌണില് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ പാക്ക് ചെയ്യുന്ന കുറച്ച് ഫിലിപ്പീനി പെണ്ണുങ്ങളുണ്ട്, അവിടെ നിർത്താൻ നോക്കാം. അത് മതി മതി. അതാകുമ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ആള് വണ്ടിയിലുണ്ട്, നീ എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുചെന്നാക്കാം. അളോ, ഇന്നൊന്നും പറ്റില്ല. എടാ, വാപ്പയുണ്ട്. വാപ്പ ഉമ്മ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ വന്നത്. പുള്ളിക്കാരൻ ഈ ബുധനാഴ്ച രാവിലെ അങ്ങ് പോയിക്കോളൂ. അത് കഴിഞ്ഞൊരു 11 മണിയാവുമ്പോ നിങ്ങൾ അവളെ കൊണ്ട് ഇങ്ങ് പോര്. അവന്റെ വാപ്പ പറഞ്ഞാൽ ഇവളെന്ത് വിടാ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. തൽക്കാലം നമ്മള് 3 ആളുടെ കൂടെ ഒരാളും കൂടെ കൂടി വിചാരിക്കാം, അല്ലേ? വിചാരിക്കാം അല്ലേ? വിചാരിക്കാം അല്ലേ? എന്നാ പോകാം, അല്ലേ? ജൂൺ, ജൂലൈ, ചിങ്ങം, കന്നി. കന്നിയോ? അതെ, ഇനി മുതലേ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ഇല്ല, ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്ന് വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്, വലിയ ഉപകാരം. പോട്ടെ പോട്ടാ. സലീംക്ക, അല്ല അഷ്റഫ്ക്ക, നിങ്ങൾ എന്താണ് അഷ്റഫ്ക്ക? അടക്ക്, സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങൾ പോലെ ഞാൻ പറയട്ടെ. അല്ല, നിങ്ങൾ പോവാണ്. പോയിട്ടോ? എന്തൊരു കഷ്ടം റബ്ബേ. സലീംക്ക, സലീംക്ക, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരോ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുറങ്ങന്മാരിങ്ങനെ ഇരിക്കണോണ്ട് അതുകൊണ്ട് വെച്ചല്ലേ? ഞാനല്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരിക നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ, ഞങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ട്, വിശേഷം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. ശരിടാ. മൂപ്പര് നാളെ എത്തുന്നു.
വന്നിക്കണ് സലീംക്ക ഏ? വന്നിക്കണ് എന്താക്കും നീ ഇരിക്കെ. ആ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ നാളെ കാണാം. ആ വരുന്നുണ്ട്. ആ ആഹാ, രണ്ടാളും ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂടില്ലാന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ നട്ടുമാവിലെ മാങ്ങ ഇപ്പൊ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ. ആ നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്ക ചെല്ലും മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? ആ നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണി കേട്ടിട്ടില്ലേ ഗർഭന്ന്? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല. ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല. ആ തമ്പുരാൻ ഒന്ന് ചെല്ലൂ. ശാപം. സലീമിക്ക சொன்னது நிஜமா? யாரு? ആ അവൻ തന്നെ, അവൻ തന്നെ. നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ ഒരു- അല്ല ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കും. താമര ഒഴിവാക്കി എനിക്കായിട്ടൊരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഒരു ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസേ ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറുവരുത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷനോടെ നിയമവിരുദ്ധാടാ പൊട്ടാ. ആണോ സലിംക്ക? നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോൾ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മളെ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോടത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലീമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞങ്ങക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും
അച്ഛാ പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം, എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം, അല്ലേ സലീമിക്ക? അതെ. ഈ കാസർഗോഡ് ഇബ്രാഹിം ഇതിനകത്താണ്. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ എന്തിന്ന് അങ്ങടെ വിചാരോ? അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക ഒബാമേന്റെ പാസ്പോർട്ട് പോലും നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും, മനസ്സിലായ അങ്ങക്ക്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി 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 ശരി, പിടിക്ക്. എന്നത്തേക്ക് കിട്ടുമെന്നൊരു ഐഡിയ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കായിരുന്നു. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അയ്യോ, എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. യാ അല്ലാഹ്, ഷേഖ് മുഹീദ്ദീൻ. അപ്പൊ മക്കളെ, തൽക്കാലം ആ കുട്ടീന്റെ 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 2000 ദിർഹവും 1/2 കിലോ മൂത്ത ഉരുളക്കിഴങ്ങും വാങ്ങി ഈ ചെക്കന്റെ കൈ കൊടുത്തിട്ട് നിങ്ങൾ വിട്ടോളി. പാസ്പോർട്ട് റെഡി ആവുമ്പോ വിളിച്ചറിയിക്കും. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ. എടോ, സീലുണ്ടാക്കാൻ ഈ ഉരുളക്കിഴങ്ങ് ബട്ടത്തി മുറിച്ച് അതിലല്ലേ എംബസിന്റെ സീല് കൊത്തി ഉണ്ടാക്കണത്, അല്ലാതെ സർക്കാർ ഉണ്ടാക്കണ പോലെ ആർട്ടിഫിഷ്യൽ റബ്ബറിലൊന്നും അല്ലത്. നാച്ചുറൽ ഉരുളക്കിഴങ്ങിലാണ് ഉണ്ടാക്കണത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് പറഞ്ഞുതരും കേട്ടാ. എനിക്ക് ഈ ഷെയ്ഖ് അൽബലാദി ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അലവലാതിയോ? അലവലാദി അല്ല, ഷെയ്ഖ് അൽബലാദീൻ. ഓക്കെ. ഡോക്ടർ, ഹൗസ് ഹി? ബ്രെയിനും സ്പൈനൽ കോഡിനുമാണ് ഇഞ്ചുറി. ഇറ്റ്സ് എ കേസ് ഓഫ് സെറിബ്രൽ ബ്ലീഡിംഗ്. ഡോക്ടർക്ക് അറിയാലോ. പേഷ്യന്റിന്റെ സംസാരശേഷിയും ചലനശേഷിയും തിരിച്ചു കിട്ടാൻ ടൈം എടുക്കും. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിവേ, സീ യു ഡോക്ടർ. ഓക്കെ. എന്താ എന്താ ഡോക്ടർ ഇപ്പൊ ചെയ്യാ? ഒരു 48 hours കഴിയട്ടെ, എന്നാലേ എന്തെങ്കിലും. ഹലോ, சலீமண்ணா, என்னாச்சு? ஜீவன் எங்க? அவருக்கு என்னாச்சு? நான் பார்க்கணும். ബഹളം വെക്കല്ലേ? ஏன் எதுவுமே யாருமே என்கிட்ட சொல்லல? என்ன கூட்டிட்டு போங்க. പേടിക്കാനൊന്നുമില്ല. சலீமண்ணா, please, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. அவரை பார்க்கணும். ஜீவன் எங்க? நான் பார்க்கணும் அவரை. ഒന്നുമില്ല. Please, நான் பார்க்கணும் என் കരയില്ലേ? ஜீவனை. ഡോക്ടർ സെറ്റ്. தமர, ரிலாக்ஸ். டாக்டர், ப்ளீஸ் டாக்டர். நான் பார்க்கணும். ஒரே ஒரு தடவை பார்த்துக்கிறேன் டாக்டர். நடக்கு. கண்ணுல காட்ட சொல்லுங்க என் ஜீவனை. ரிலாக்ஸ். இருக்கு இருக்கு. என்னாச்சு அவருக்கு? நீங்களாவது പേടിക്കണ്ട കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞു, ഐസിയുലേക്ക് മാറ്റും. അപ്പൊ കാണാം നമുക്ക്. പേടിക്കാനൊന്നുമില്ല.
കരയല്ലേ, കരയാതെ. Relax. ജീവൻ ജീവൻ கண்ணை திறந்து பாரு ஜீவன், நான் வந்திருக்கேன், நான் வந்திருக்கேன் ജീവൻ. ഇവിടെ ഇങ്ങനെ ശബ്ദം വെക്കാൻ പാടില്ല. ഇത് ഐസി ആണ്. കുട്ടി പുറത്തേക്ക് വരൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പുറത്തേക്ക് വരൂ. വരൂ. என்ன பாருங்க ജീവൻ. സലിംക്ക, നാളെ ഫ്രൈഡേ അല്ലേ? ആ. ഞാൻ നിന്നോളാം അവിടെ. അത് ശരിയാ, കുറേ ദിവസമായി ഡ്യൂട്ടിക്ക് പോയിട്ട്. ഇനി 2 ദിവസം രാവുമ്പോൾ അതിലൊന്ന് ആഞ്ഞു പിടിച്ചാലേ കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പോട്ട് പോവുള്ളൂ. ഒരു കാര്യം ചെയ്, നീയും വാ. മോന് മര്യാദയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. കുറേ ദിവസമായാലും ഇവിടെ ഇരിക്കണോ? വേണ്ട സലീമണ്ണ, ഞാൻ ഇങ്ങേ ഇരിക്കേ. വാ, എന്തേലും ഉണ്ടെ കുമാർ വിളിച്ചോളൂ. അതെ, വാ ചെല്ല്. ചാച്ചി, വാ വാ വാ. അസ്സലാമലൈക്കും. വാലിക്കും അസ്സലാം. ചായപ്പൊടി മാവൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? 1-2 സാധനം കൂടെ നോക്കാനുണ്ട്. ശരി. Assalamu alaikum. Walaikum salam. Remove your hijab.
Remove. What's your name? താമര. Adolfia? Yeah. Give me your pataka.